കോൺസെക്രേറ്റ് എന്ന് പറയുമ്പോൾ സമർപ്പിതം എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവീകരിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച് അപ്പോഴേ തന്നെ മാറ്റി നിർത്തി നമ്മളെ അങ്ങനെ തക്ക സമയത്ത് വിളിച്ച് ഈശോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാക്ക് പ്രത്യേകം നമ്മളങ്ങ് സ്വീകരിക്കുക, ദൈവീകരിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവീകരിക്കപ്പെട്ട കുറേ ദൈവിക പ്രകാശങ്ങളായിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നമ്മളെ ഒരുക്കി. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രധാന കാര്യം ആത്മവിശുദ്ധീകരണവും ആന്തരിക ലയനവും, ഇൻറ്റിമസി. ആ ഇൻറ്റിമസിയുടെ പ്രധാന നേട്ടം യേശു എങ്ങനെയാണോ അങ്ങനെ നമ്മളാകുന്നുള്ളതാണ്. നമ്മുടെ ദൈവീകര ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൻ്റെ കാതലായ ചില കാര്യങ്ങളാണ് നമ്മുടെ വ്രതങ്ങൾ. ആ വ്രതങ്ങൾ നമുക്കൊരിക്കലും സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുക സാധ്യമല്ല. അതൊരു ഖ്യാരിസമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഖ്യാരിസമാണ് ഈ സമർപ്പിത ജീവിതം. എൻ്റെ ജീവിതം വേറൊരു ഖ്യാരിസമാണ്. എ മാരീഡ് ലൈഫ്, ദാറ്റ് ഈസ് അനദർ ഖ്യാരിസം. അതിന് വേണ്ട അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ യേശുവിനോടൊപ്പം ലയിച്ചുള്ള ജീവിതം, ഇൻറ്റിമസിയിലുള്ള ആ ജീവിതത്തിൽ യേശു അനുഭവിച്ച, യേശു വളരെ വളരെ പ്രത്യേകമായിട്ട് ജീവിച്ച ജീവിത ശൈലിയാണ് ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ഇവിടെ ഒരു നിയമം അനുസരിക്കുക എന്നതിനേക്കാൾ ഉപരി അനുസരണത്തിലൂടെ നമ്മളെ അയച്ചവനുമായിട്ട് ആ അയച്ചവൻ്റെ ഹിതം മാത്രം ചെയ്യുന്ന ആ വലിയ ഒരു നേട്ടമാണത്. ആദവും ഹവ്വയും ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നതോടെ അവരെ അയച്ച ആളുമായിട്ടുള്ള ബന്ധം വിട്ടു. അതിനെ വീണ്ടെടുത്തുകൊണ്ട് ഈശോ അനുസരണമുള്ളവനായി, ഇതാ കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അപ്പം ആ ക്രിസ്തുവിൻ്റെ അനുസരണത്തിൻ്റെ ആ കൃപ, ക്രിസ്തുവിനോട് ഇൻറ്റിമസിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈശോ തന്നെ നമ്മളുടെ ചില സുപ്പീരിയേഴ്സിനെയും നമുക്ക് ചില കോൺസ്റ്റിറ്റ്യൂഷനും ഇതെല്ലാം ഈശോ തന്നെ പരിശുദ്ധാത്മാവിലൂടെ നൽകിയിട്ടുള്ളതാണ്. അത് അനുസരിക്കുമ്പോഴാണ് ഈശോയുടെ അനുസരണത്തിൻ്റെ ആ ഐക്യത്തിലേക്ക് വരുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നവീകരിക്കാൻ പോകുന്നത്, ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള വ്രത നവീകരണമൊന്നും അല്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ ആവശ്യമായൊരു നവീകരണമാണ് അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഇത് ചലഞ്ചാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതിലേതിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവീകരിക്കുക. അപ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നിൻ്റെ ശക്തി കൊണ്ടല്ല, ഇത് ഞാനുമായിട്ടുള്ള ഇൻറ്റിമസിയിലൂടെ നിനക്കുണ്ടാകുന്ന ജീവിത ശൈലിയാണത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഈശോയുടെ ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ ഈശോയുടെ ജീവിതമായ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും നമ്മൾക്ക്
ഒരു ക്യാരിസമായിട്ട്, കൃപയായി, അനുഗ്രഹമായിട്ട് നൽകിയിരിക്കുകയാണ്. ആ അനുഗ്രഹ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ ഈശോയുടെ തന്നെ ആ കൃപ, ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ആ കൃപ നമുക്ക് കിട്ടിയാലേ പറ്റുള്ളൂ. അത് വാസ്തവത്തിൽ വിളി, നമ്മൾ ആ വിളി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്കുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്കതിൽ സംശയം തോന്നുന്നു. ചില സാഹചര്യത്തിൽ നമ്മൾ അതിൽ നിന്നും വിട്ടുപോകുന്നു, വീണു പോകുന്നു. അതെല്ലാം ആ ക്യാരിസത്തിനനുസരണമായിട്ടുള്ള കൃപ നമ്മളിലേക്ക് ഒഴുകാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ ഈ 3 വ്രതങ്ങളും നിങ്ങളിൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തോടെ ഉണ്ടാകുന്നതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കൂടി വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇതെല്ലാം നമ്മൾ സ്വന്തം ശക്തിയിൽ ചെയ്യാൻ വേണ്ടിയല്ല. എനിക്ക് തോന്നുന്നത് ചില വ്രത നവീകരണ പ്രാർത്ഥനകളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ഈ വ്രതങ്ങൾ പാലിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ഇത്രയും ദിവസം ഈ 5 ദിവസത്തിലൂടെ ഈ കേട്ട ക്ലാസ്സുകളിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചോ ഇല്ലയോ? വിശ്വാസം വർദ്ധിച്ചു ഇല്ലേ? വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം കുറേ കൂടി വിപുലമായി നമുക്ക് മനസ്സിലായി. നമ്മളിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മാറി. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ വർധനവനുസരിച്ച് നമുക്ക് കൃപയുടെ ഒരു വെള്ളച്ചാട്ടമുണ്ടാകും. കൃപ നമ്മളിലുണ്ട്, പക്ഷെ കൃപ വിശ്വാസമനുസരിച്ചാണ് ഒഴുകുന്നത്. അതോടൊപ്പം നമ്മുടെ വിളിക്കുള്ളിലെ വിളി, നിരവധി വരദാനങ്ങൾ നമ്മളിലുള്ളത് തുറക്കപ്പെടണം. ഇതിനെല്ലാം വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്കൊന്നുകൂടി പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എളിമപ്പെടുകയാണ് ഏറ്റവും നല്ലത്. ഈശോ എല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളൊന്ന് എളിമപ്പെട്ടാൽ മതി. ഒന്ന് എളിമപ്പെടുക. അവൻ കുരിശുമരണത്തോളം എളിമപ്പെട്ടു. എളിമയാണ് ഈശോയുടെ മനോഭാവം. കഴുതപ്പുറത്ത് വന്ന ആ സംഭവത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. ഇതാ സിയോൻ പുത്രി, നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ കുതിരപ്പുറത്തിരുന്നത് ശരിയാവും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവേ, ഞാനാണ് ആ കഴുത. ഞാനാകുന്ന കഴുതയെ നിനക്ക് ഇഷ്ടമാണല്ലേ? വരൂ, എൻ്റെ പുറത്ത് കയറൂ, എന്നെ അങ്ങ് ഉപയോഗിക്കൂ. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ജീവിതവുമായിട്ട് ഒന്നിച്ചുകൊണ്ട് പൂർണ്ണമായ അനുസരണത്തോടും വിശുദ്ധിയോടും ദാരിദ്ര്യത്തോടും ബ്രഹ്മചര്യത്തോടും കൂടി പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവിതത്തിലേക്ക്, ഈശോയിലുള്ള ജീവിതത്തിലേക്ക് ഞാൻ മുന്നേറാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം ഒന്ന് നന്ദി പറയാം. ഹൃദയത്തിൽ നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഇതുപോലെ അങ്ങ് അനുഗ്രഹമാക്കിയാൽ നന്ദി പറയുന്നു. ഈ 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തുറന്ന വലിയ ജ്ഞാനത്തെക്കുറിച്ച് നന്ദി പറയുന്നു. എല്ലാവരും ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ബഹുമാനപ്പെട്ട അച്ഛന്മാർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. അച്ഛന്മാർ രണ്ടുപേരും ഞാനും ഞങ്ങൾ 3 പേരും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടി ആരംഭിച്ചു കഴിയുമ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ വരിയായിട്ട് മുട്ടുകുത്തുക. ഇവിടെ ഈശോയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ വരിയായിട്ട് മുട്ടുകുത്തുക. ഞങ്ങൾ 3 പേരും ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ പാട്ട് പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കാം. അത് ആലപിക്കുമ്പോൾ
കത്തിപ്പടരണമേ. വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ.
Hey!
അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ. ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ. ഇവിടുത്തെ സിസ്റ്റേഴ്സിനും ഇതിൻ്റെ സുപ്പീരിയേഴ്സിനെല്ലാം വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ധ്യാന കേന്ദ്രത്തെ വളരെ ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ഇവിടെ വളരെ വലിയ വളർച്ചാ ധ്യാനങ്ങൾ ഉണ്ടാകുന്നതിനും കൂടുതൽ ശക്തമായ ശുശ്രൂഷകരുണ്ടാകുന്നതിനും പരിശുദ്ധാത്മാവി ധ്യാന കേന്ദ്രത്തെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നാഗദം
സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വേഗം ബലിയർപ്പണത്തിനായിട്ട് റാസ കുർബാനയുടെ തന്നെ ഓർമ്മ മനസ്സിൽ കണ്ടുകൊണ്ട് അതുപോലെ തന്നെയുള്ള ശക്തമായൊരു അഭിഷേകവും ഒരു രൂപാന്തരീകരണം, നമ്മുടെ ഫരിസേയ മനോഭാവം മാറി നമ്മൾ സ്വർഗരാജ്യത്തിലെ ഉയർപ്പിൻ്റെ വസ്ത്രം അണിയുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ ഈ കുർബാനയിൽ നമുക്ക്